നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം 60-ാം അധ്യായം 34-ാമത്തെ ശ്ലോകമാണ് ഇനി എടുക്കേണ്ടത്. 33 വരെ കഴിഞ്ഞ ദിവസം എടുത്തുണ്ട്. രുക്മിണ്യുവാച വരെ. ശ്രീമദ് ഭാഗവതം 10-ാം 60-ാം അധ്യായം. കിട്ടാത്തവർ നോക്കിയെടുക്കാൻ വേണ്ടി പറയുന്നതാണ്. ശ്രീമദ് ഭാഗവതം 10-ാം 60-ാം അധ്യായം 34-ാമത്തെ ശ്ലോകം. രുക്മിണിയുടെ ഭഗവാനുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങി വെച്ചത്. നന്വേവമേതത് അരവിന്ദ വിലോചനാഹ യദ്വൈ ഭവാൻ ഭഗവതോ സദൃശീ വിഭൂമ്ന ക്വസ്വേ മഹിംനഭിരതോ ഭഗവാൻ പ്രതീശ ക്വാഹം ഗുണപ്രകൃതിരഗ്നിഗൃഹീതപാദ. അതുവരെയാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. അടുത്ത ശ്ലോകം നോക്കാം. 34-ാമത്തെ. സത്യം ഭയാദിവഗുണേഭ്യ ഉരുക്രമാന്ത ഛേദേ സമുദ്ര ഉപലംഭനമാത്രാത്മാ നിത്യം കദിന്ദ്രിയഗണൈ കൃതവിഗ്രഹസ്ത്വം ത്വത്സേവകേ നൃപപദം വിധുതം തമോന്ധം. സത്യം, ഒരു കാര്യം സത്യമാണെന്ന് പറഞ്ഞത്. ഭയാദിവ ഗുണേഭ്യ ഉരുക്രമ അന്തശ്ചേതേ സമുദ്രേ. ഭയാദിവ, ഭയം കൊണ്ട് എന്ന പോലെ, പേടിച്ചിട്ട് എന്ന പോലെ, ഗുണേഭ്യ, ഗുണങ്ങളിൽ നിന്നും ഭയന്നിട്ട് എന്നതുപോലെ. ഗുണേഭ്യ ഭയാത് ഇവ ഉരുക്രമ, ഭഗവാനെ വിളിച്ചതാണ്, സംബോധന ചെയ്താണ്. ഉരുവായ പരാക്രമത്തോടു കൂടിയവനായ ഹേ ഭഗവൻ ഉരുക്രമ. വിക്രമ എന്നൊക്കെ ഉള്ളതിന് പകരം ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് ഉരുക്രമം. ഉരുവായ, വലിയ, ശക്തിമത്തായ, ക്രമത്തോട് കൂടിയവൻ ഉരുക്രമ. അന്തശ്ചേതേ സമുദ്രേ. സമുദ്രേ അന്തഃ ശേതേ, സമുദ്രത്തിന്റെ അകത്ത് അങ്ങ് ശയിക്കുന്നു. ശേതേ സമുദ്രേ എന്ന് അർത്ഥം പറയുമ്പോൾ മതി, ചൊല്ലുമ്പം സമുദ്ര എന്ന് മതി. സമുദ്രേ എന്നുള്ളതിൽ ഏകാരം അപ്പുറത്തുകാരം ഇരിക്കുന്നതാണ്, ലോപിച്ചു പോയതാണ്. അപ്പൊ ഭാഗവതം കൂട്ടി വായിക്കുമ്പോൾ സമുദ്ര ഉപലംബന മാത്ര എന്ന് വായിച്ചാൽ മതി. അർത്ഥം പറയുമ്പോൾ സമുദ്ര എന്ന് പറയാൻ പറ്റില്ല, സമുദ്രേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശരിയാവുള്ളൂ. അതുകൊണ്ട് സമുദ്രേ എന്ന് ഞാൻ അർത്ഥം പറയുന്നതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു വിചാരിച്ചാൽ എൻ്റെ അകത്ത് സമുദ്രേ ആക്കണ്ട, തിരുത്തണ്ട, അർത്ഥം അങ്ങനെ മനസ്സിലാക്കിയാണ്. സമുദ്രേ ശേതേ, സമുദ്രേ അന്തഃ ശേതേ, സമുദ്രത്തിന്റെ അകത്താണ് അങ്ങ് കിടക്കുന്നത്. ചുറ്റും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് അങ്ങ് ദ്വാരകയിൽ പേടിച്ചു പോയി ഒളിച്ചതാണ് എന്ന് അങ്ങ് തന്നെ പറഞ്ഞല്ലോ. ഹേ ഭഗവൻ, അങ്ങയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു, പേടിച്ച് ദ്വാരകയിൽ പോയി ഒളിച്ചവനാണ് അങ്ങ്. രാജാക്കന്മാരെ പേടിച്ച് സമുദ്രം പോയി ശരണം പ്രാപിച്ചതാണ്. അങ്ങനെ ഒരു കഴിവില്ലാത്ത ആളാണ് ഞാൻ എന്ന് അങ്ങ് പറഞ്ഞതിന് സമാധാനം പറയുകയാണ്. അങ്ങ് സമുദ്രത്തിന്റെ അകത്ത് കിടന്നു എന്നുള്ളത് ഗുണേഭ്യ ഭയാദിവ സത്യം, ഗുണങ്ങളിൽ നിന്നുമുള്ള ഭയം കൊണ്ടാണുള്ള സത്യമാണ്. കാരണം ഉപാലംബന മാത്ര ആത്മാ, ഉപാലംബന മാത്ര, ഉപാലംബന അല്ല, ഉപലംബന മാത്ര, ദീർഘം വേണ്ട. ഉപലംബന മാത്ര, ഉപലംബനം അടുത്തു നിന്ന് ലഭിക്കുന്നത് എന്നർത്ഥം. അത് ഭഗവാന്റെ ചൈതന്യഘനമായ സ്വരൂപത്തെയാണ് ഉപലംബനം എന്ന് പറയുന്നത്. ഉപലംബനത്തിന്റെ മാത്രയോട് കൂടിയവനാണ് അങ്ങ്. ഉപലംബന മാത്ര എന്നുവെച്ചാൽ ചൈതന്യഘന സ്വരൂപനാണ് എന്നർത്ഥം.
ഉപലംബനമാത്ര ആത്മാ ചൈതന്യഘനസ്വരൂപനായിരിക്കുന്ന ആത്മാവായിരിക്കുന്ന അങ്ങ് ഗുണങ്ങളിൽ നിന്നും ഭയം കൊണ്ടാണ് എന്ന് തോന്നിക്കുമാറാണ് സമുദ്രത്തിനുള്ളിൽ ശയിക്കുന്നത്. ഇത് സത്യമാണ്. സത്യം ഭയാധിപഗുണേഭ്യ ഉരുക്രമ അന്തശേതേ സമുദ്രേ ഉപലംബനമാത്രം ആത്മാത്ര ആത്മാ നിത്യം എന്നും കതീന്ദ്രിയഗണൈഹി കുൽസിതങ്ങളായ ഇന്ദ്രിയഗണങ്ങളോട് കൂടിയത്. കതീന്ദ്രിയം എന്ന് വെച്ചാൽ കുൽസിതം ഇന്ദ്രിയം, കതീന്ദ്രിയം എന്നാണ്. ദുഷ്ടമാകുന്ന ഇന്ദ്രിയത്തെ വിളിക്കുന്ന വാക്കാണ് കതീന്ദ്രിയം. കതീന്ദ്രിയഗണൈഹി ദുഷ്ടങ്ങളായിരിക്കുന്ന ഇന്ദ്രിയ സമൂഹങ്ങളാൽ കൃതവിഗ്രഹത്വം കൃതം ചെയ്യപ്പെടുന്ന, വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധം എന്നാണ്. ഇവിടെ വിഗ്രഹം എന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. അതിലൊന്ന് യുദ്ധം എന്നൊരർത്ഥമുണ്ട്. ഇവിടെ അതാണ്. കൃതവിഗ്രഹത്വം യുദ്ധം ചെയ്യുന്നവനായ അങ്ങ് ദുഷ്ടങ്ങളായ ഇന്ദ്രിയങ്ങളോട് യുദ്ധം ചെയ്യുന്നവനായ അങ്ങ് നിത്യം കതീന്ദ്രിയഗണൈഹി കൃതവിഗ്രഹത്വം ത്വത്സേവകൈഹി നൃപപദം വിധുതം തമോന്ധം. ത്വത്സേവകൈഹി അങ്ങയുടെ ഉപാസകന്മാരാൽ നൃപപദം രാജസ്ഥാനം, വിധുതം ഉപേക്ഷിച്ചതാണ്, തൂത്തുകളഞ്ഞതാണ്, മാറ്റിക്കളഞ്ഞതാണ്. തമോ അന്ധം അന്ധമായ തമസ്സു വ്യാപരിക്കുന്ന അതിഗഹനമായ അജ്ഞാനമെന്ന അന്ധകാരത്തെ ബാധിക്കുന്ന നൃപപദം രാജപദം. തമോന്ധം നൃപപദം രാജസ്ഥാനം എന്നുള്ളത് ധാരാളം അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് തുല്യമാണ്. അങ്ങനെയുള്ള രാജപദവി അങ്ങയുടെ സേവകന്മാർ പോലും ഉപേക്ഷിക്കുന്നല്ലോ. തമോ അന്ധം നൃപപദം ത്വത്സേവകൈഹി വിധുതം. അങ്ങയുടെ സേവകന്മാർ പോലും രാജസ്ഥാനങ്ങളും രാജ്യാധിപത്യവും ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. എന്തിനാ ഉപേക്ഷിക്കുന്നത്? രാജ്യാധികാരത്തിലോ രാജസ്ഥാനത്തിലോ ഇരുന്നാൽ ഇന്ദ്രിയങ്ങൾ അറിയാതെ ദുഷ്ടതയെ ബാധിച്ച് ആ വഴി പോകും എന്നുള്ള ഉറപ്പാണ്. ആത്മസ്വരൂപനായ അങ്ങ് സമുദ്രത്തിൽ പോയി ഒളിച്ചു എന്നല്ല പറയേണ്ടത്. അങ്ങ് സമുദ്രത്തിൽ അധിവസിച്ചുകൊണ്ട് സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ട ജ്ഞാനം കൊടുത്തുകൊണ്ടേയിരിക്കുന്നവനാണ്. അല്ലാതെ പേടിച്ചു പോയതൊന്നുമില്ല. പരമദുഷ്ടന്മാർക്ക് അങ്ങയെ കാണാനൊരു അവസരം ഉണ്ടാവാതെ പോകട്ടെ എന്ന് കരുതിയാണ്. ഈ ലോകത്തിലാണെങ്കിൽ ഇരിക്കുന്നെങ്കിൽ ദുഷ്ടന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങയെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കാം. ബലവാന്മാരോട് എതിർക്കുകയാണ് വാസ്തവത്തിൽ. പക്ഷേ തുച്ഛങ്ങളായ വിഷയസുഖങ്ങളെ അന്വേഷിച്ച് പുറമേ സഞ്ചരിക്കുന്ന, ഇന്ദ്രിയങ്ങൾക്ക് അധീനരായി വർത്തിക്കുന്ന അസുരയോനികളിൽ പ്രവേശിപ്പിച്ചപ്പെട്ട കുറെ രാജാക്കന്മാരുണ്ട്. അവരുമായിട്ട് അങ്ങേക്ക് ചേരാൻ പറ്റില്ലല്ലോ. അവർക്ക് അങ്ങയോട് നിത്യവൈരമാണ്, ശത്രുതാമനോഭാവമാണ്. അപ്പം അങ്ങ് ഈ നിത്യവൈരം അവരില് എപ്പോഴും വെച്ചു പുലർത്തും എന്നുള്ളത് അസത്യമല്ല, സത്യം തന്നെയാണ്. കാരണം രാജാസനത്തെ ഉപേക്ഷിച്ചവരാണ് എന്ന് പറഞ്ഞതില് പല വിധത്തിലുള്ള വക്രഗതികൾ രാജ്യഭോഗത്തെ അതിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങയുടെ എത്രയോ സേവകന്മാർ അത് വേണ്ടെന്ന് വെച്ചു. എന്ന് പ്രഹ്ലാദൻ, പ്രിയവ്രതൻ,
മുതലായ എത്ര ഭക്തന്മാർ രാജ്യാധികാരം വേണ്ടെന്ന് വെച്ചു. കാരണം അത് അന്ധതാമിശ്രം എന്ന നരകത്തിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങ് രാജാധിപത്യം ഉപേക്ഷിച്ച് സമുദ്രത്തിൽ പോയി വസിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പേടിച്ചിട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങ് പറയും, എന്നെക്കുറിച്ച് ആൾക്കാർ പറയുന്ന ഒരു അപവാദം ശിശുപാലനെയും ദന്തഭക്തനെയും ജരാസന്ധനെയൊക്കെ പേടിച്ച് സമുദ്രത്തിൽ പോയി ഒളിഞ്ഞു താമസിക്കാനെന്ന്. അങ്ങനെയല്ല. കാരണം സമുദ്ര അന്തർവാസിയാണ് ഞാൻ സ്ഥിരമായി തന്നെ. എൻ്റെ സ്ഥിരമായ ആവാസസ്ഥാനം അവിടെയാണ്, പാൽക്കടലിലാണ്. അതുകൊണ്ട് സമുദ്രത്തിൽ ഞാൻ വസിക്കുന്നുള്ള അത്ഭുതപ്പെടാനില്ല. എൻ്റെ ആവാസസ്ഥാനം അവിടെയാണ്. പിന്നെ ദുഷ്ടന്മാരുടെ ശല്യം ഏൽക്കാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. അസുരന്മാർ തങ്ങളിൽ തല്ലി കൊടുങ്ങട്ടെ, ഞാൻ മാറി നിന്ന് കണ്ട് രക്ഷിച്ചാൽ മാത്രം മതിയല്ലോ. ഈ രാജാധിപത്യം വാസ്തവത്തിൽ അങ്ങയുടെ ഭക്തന്മാർ പോലും ആഗ്രഹിക്കുന്നതല്ല. പിന്നാട്ടെ അങ്ങ് കതീന്ദ്രിയഗണേഹി കൃതവിഗ്രഹത്വം, ദുഷ്ടങ്ങളായ ഇന്ദ്രിയങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവനായ അങ്ങ് രാജ്യപദം ഉപേക്ഷിച്ചു എന്നുള്ളത് അങ്ങയുടെ സേവകന്മാർ പോലും അതല്ലേ ചെയ്യുക. അതുകൊണ്ട് അങ്ങ് ഇവരെ പേടിച്ചാണ് പോയി ഒളിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. സമുദ്രത്തിൽ പോയി ഇരുന്നുള്ള സത്യമാണ്. അത് ഗുണേഭ്യ ഭയാദിവ, അങ്ങ് ഓരോ ഗുണങ്ങളും അങ്ങയെ വന്ന് ബാധിക്കാതിരിക്കട്ടെ എന്ന് കരുതി തന്നെയാണ്. വിഷയങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ സമുദ്രത്തിനകത്ത് ശാന്തനായി പോയി കിടന്നുറങ്ങിയാൽ ഏറ്റവും നന്നായിരിക്കും എന്ന് കണ്ടിട്ട് തന്നെയാണ് 3 ലോകവും കീഴടക്കുന്ന പരാക്രമശാലിയായ അങ്ങ് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ സത്യമാണ്. ശബ്ദാദികളായ വിഷയങ്ങൾ, രൂപാദികളായ വിഷയങ്ങൾ, അതൊക്കെ രജോ ഗുണപ്രധാനികളായ രാജാക്കന്മാർക്ക് കാണാൻ കഴിയാത്ത വിധം അങ്ങ് അന്തര്യാമിയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും അങ്ങേ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ഭക്തന്മാർക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അങ്ങ് സമുദ്രത്തിൽ പോയി ഇരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ ആക്ഷേപത്തിനും രുക്മിണി മഹനീയമായ മറുപടി കൊടുത്തു. സത്യം ഭയാദിപഗുണേഭ്യ ഉരുക്രമാന്ത ശേതേ സമുദ്ര ഉപലംഭനമാത്ര ആത്മാ നിത്യം കതീന്ദ്രിയഗണീകൃത വിഗ്രഹസ്ത്വം ത്വൽസേവകേ നൃപപദം വിധുതം തമോന്ധം. സത്യം ഭയാദിപഗുണേഭ്യ ഉരുക്രമാന്ത ശേതേ സമുദ്ര ഉപലംഭനമാത്രാത്മാ നിത്യം കതീന്ദ്രിയഗണീകൃത വിഗ്രഹസ്ത്വം ത്വൽസേവകേ നൃപപദം വിധുതം തമോന്ധം. സത്യം ഭയാദിപഗുണേഭ്യ ഉരുക്രമാന്ത ശേതേ സമുദ്ര ഉപലംഭനമാത്ര ആത്മാ നിത്യം കതീന്ദ്രിയഗണീകൃത വിഗ്രഹസ്ത്വം ത്വൽസേവകേ നൃപപദം വിധുതം തമോന്ധം. ത്വത്പാദപത്മമകരന്ദജുഷാം മുനീനാം വർത്തമാസ്ഫുടം നൃപശുഭിർ നനു ദുർവിഭാവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യ ഭൂമം സ്തവേഹിതമധോ അനുയേ ഭവന്തം. ത്വത്പാദപത്മമകരന്ദജുഷാം, അങ്ങയുടെ പാദപത്മത്തിന്റെ തേൻ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ. ത്വത്പാദപത്മ മകരന്ദ ജുഷാം, മകരന്തം തേൻ, ജുഷാം അത് സേവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. അങ്ങയുടെ പാദാംബുജത്തിന്റെ തേൻ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. ത്വത്പാദപത്മ മകരന്ദ ജുഷാം, ആരാണവരെ? മുനീനാം, മഹർഷിമാരാണ്. മുനിമാർക്കേ അതിന് യോഗ്യതയുള്ളൂ. മറ്റുള്ളവർക്ക് താമര കണ്ട് ഹാവു നന്നായി എന്ന് പറഞ്ഞു പോവാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഗന്ധം ആസ്വദിച്ചിട്ട് പോവാനേ പറ്റുള്ളൂ. മുനിമാർ അതിൻ്റെ രസം പാനം ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെയുള്ള മുനിമാർക്ക്
വർത്തുമ അസ്ഫുടം. വർത്തുമ മാർഗം, വഴി. അസ്ഫുടം അസ്പഷ്ടമായ. അങ്ങയുടെ പാതാരവിന്ദത്തിലെ തേനാസ്വദിക്കുന്ന മഹർഷിമാർക്ക് പോലും അവരുടെ ഗതി അത്ര സ്പഷ്ടമല്ല. ത്വത്പാദപത്മ മകരന്ദജുഷാ മുനീനാം വർത്തുമ അസ്ഫുടം. അങ്ങനെയുള്ള മഹർഷിമാർക്ക് പോലും അവരുടെ മോക്ഷമാർഗത്തിലേക്കുള്ള ഗതി അസ്ഫുടമാണ്, അസ്പഷ്ടമാണ്, തീർച്ചയല്ല. നൃപശുഭിർ നനു ദുർവിഭാവ്യം. നൃപശുഭി, പശുതുല്യരായ മനുഷ്യരാൽ. നൃപശു, മനുഷ്യപശുക്കളാൽ. നനു ദുർവിഭാവ്യം, അവർക്ക് വിഭാവന ചെയ്യാൻ പറ്റാത്തതാണല്ലോ. ദുർവിഭാവ്യം നനു, അവർക്ക് മനസ്സുകൊണ്ടുപോലും ഭാവന ചെയ്യാൻ പറ്റാത്തതാണ്. അങ്ങയെ ഭജിക്കുന്ന വിവേകശാലികളായ സജ്ജനങ്ങൾക്ക് പോലും അവിടേക്ക് എത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പിന്നെ ആട്ടെ പശുതുല്യരായ മനുഷ്യരെ ഭാവന ചെയ്യാൻ സാധിക്കാത്തവനാണ് അങ്ങ്. ഭഗവാനെ കുറിച്ച് തന്നെ ഭഗവാൻ രുക്മിണിയോട് പറഞ്ഞ മറ്റൊരു കമന്റിനുള്ള മറുപടിയാണ് അസ്പഷ്ടവർണ്ണനാം പുംസാം അലോകപഥമീയുഷം എന്ന്. അറിയാൻ പറ്റാത്ത ആചാരത്തോടു കൂടിയ ലൗകിക വിരുദ്ധന്മാരായ അവർക്ക് പോലും വാസ്തവത്തിൽ എത്താൻ പറ്റുന്നിടമല്ല. സാധാരണക്കാർക്ക് നല്ല ആർക്കും അങ്ങേ പ്രാപിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങ് അപ്രാപ്യനാണ് എന്ന് അങ്ങയെക്കുറിച്ചൊരു ആരോപണമുണ്ട് എന്നുള്ളതിന് മറുപടി പറയുകയാണ്. അത് സത്യമാണത്. കാരണം പാദപത്മത്തിലെ രസമാസ്വദിച്ച മഹർഷിമാർക്ക് പോലും എത്തപ്പെടാൻ പറ്റാത്ത ഒരു മാർഗത്തിലേക്ക് അജ്ഞാനികളായ മനുഷ്യർ ദുഷ്ടമായി ഭാവന ചെയ്യുന്നവർ എങ്ങനെ എത്തിച്ചേരാൻ പറ്റും? സാധാരണക്കാർക്ക് എത്തിച്ചേരാൻ പറ്റില്ല, സത്യം അത്. നൃപശുഭിഹി നനു ദുർവിഭാവ്യം യസ്മാത് അലൗകികമിവ ഈഹിതം ഈശ്വരസ്യ. യാതൊന്ന് കാരണമായിട്ട് യസ്മാത് അലൗകികം ഇവ, ലോകമര്യാദയെ അനുസരിച്ചല്ല, ലൗകികം അല്ല, അലൗകികമാണ് എന്നതുപോലെ ഈഹിതം ഈശ്വരസ്യ. ഈഹിതം ചൽ വ്യാപാരങ്ങൾ, പ്രവൃത്തികൾ, കർമ്മങ്ങൾ. ഈശ്വരസ്യ ഈഹിതം, എല്ലാറ്റിനെയും നിയമിക്കുന്നവനായ ഈശ്വരന്റെ ഈഹിതം. ഭൂമൻ സർവ്വവ്യാപിയായിരിക്കുന്ന ഹേ ഭഗവൻ, തവ ഈഹിതം അധോ അനു ഏ ഭവന്തം. തവ ഈഹിതം, അങ്ങയുടെ വ്യാപാരങ്ങൾ. അഥ അനന്തരം അനു ഏ ഭവന്തം. ഏ ഭവന്തം അനു, ആരാണ് അങ്ങയെ അനുസരിക്കുന്നത്? ഭവന്തം അനു ഈഹിതം അലൗകികം. അങ്ങയെ അനുസരിക്കുന്നവർക്ക് അങ്ങയുടെ പ്രവൃത്തി അലൗകികമാണ്. അങ്ങയെ പിന്തുടർന്ന് അങ്ങയുടെ വൈകുണ്ഠ ലോകത്തിലേക്ക് എത്താൻ ഗമിക്കുന്ന മഹർഷിമാർക്ക് പോലും അങ്ങയുടെ പ്രവൃത്തികൾ ലോകമര്യാദ അനുസരിച്ചുള്ളതല്ല, അലൗകികമാണ് അങ്ങയുടെ പ്രവൃത്തികൾ. അലൗകികം ഈഹിതം ഈശ്വരസ്യ. അപ്പോൾ അങ്ങയെ പിന്തുടർന്ന് വരുന്നവർക്ക് പോലും അങ്ങയുടെ ലോകത്തിലുള്ള കർമ്മവ്യാപാരങ്ങൾ മനസ്സിലാവാതെ വരുമ്പോൾ, അലൗകികമായിരിക്കുമ്പോൾ, എല്ലാറ്റിനെയും നിയമിക്കുന്ന അങ്ങയുടെ ഈ ഹിതം ആർക്കറിയാൻ പറ്റും?
മഹർഷിമാർക്ക് പോലും അങ്ങയെക്കുറിച്ച് ശരിക്കറിയില്ല. അപ്പൊ പിന്നെ അങ്ങയുടെ പ്രവൃത്തി ആർക്കാ അറിയാൻ പറ്റുക? ആർക്കും അറിയാൻ പറ്റില്ല, അജ്ഞാതമാണ് അത്. വിവേകികളായ സാധുക്കൾക്ക് മാത്രമേ അങ്ങയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. സാധാരണ ലോകരീതി അനുസരിച്ച് വിഷയങ്ങളെയൊക്കെ സേവിച്ചുകൊണ്ട് അവിവേകികളായ ജനങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും എത്രയോ ഭേദമാണ് അങ്ങയുടെ പ്രവൃത്തി. അങ്ങനെയുള്ളവർക്ക് അങ്ങയെ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ്, നമ്മൾ വിഷയഭോഗങ്ങളെ ആദരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പലപ്പോഴും. ആ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് എത്രയോ ദൂരെയാണ് ഭഗവാൻ. അങ്ങയുടെ സ്വരൂപാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവനാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പോലും നിയന്ത്രിക്കുന്നവനാണ്. അപ്പൊ അങ്ങയുടെ പ്രവൃത്തി വാസ്തവത്തിൽ ലൗകികമാണോ? അല്ല. അപ്പൊ ഇത് രണ്ടും അങ്ങയുടെ സ്ഥിരമായ സ്വഭാവമാണ്. ഇത് ആർക്കും അറിയാൻ മേലാതെ പോയി, എത്രേ ഉള്ളൂ. അങ്ങയുടെ പാദപത്മം ആസ്വദിക്കുന്ന മഹർഷിമാർക്ക് പോലും അങ്ങയുടെ വഴി തിരിച്ചറിയില്ല. പിന്നെ എങ്ങനെ ഒരു സാധാരണ മനുഷ്യന് അറിയാൻ പറ്റും? അങ്ങയുടെ അലൗകികമായ ചേഷ്ടകൾ അങ്ങയുടെ ഭക്തന്മാരായിത്തീരുന്നവർക്ക് പോലും ശരിക്കറിയാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന അങ്ങയുടെ ചേഷ്ട എങ്ങനെയാണെന്ന് ആർക്കും അറിയാൻ പറ്റും? അങ്ങയുടെ ചേഷ്ട ആർക്കും കണ്ടെത്താൻ പറ്റാത്തതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞ ഓരോന്നിനും രുക്മിണി ഖണ്ഡിക്കുകയാണ്, സ്തുതിക്കുകയുമാണ്, ഖണ്ഡിക്കുകയാണ്, രണ്ടും ചെയ്യുന്നുണ്ട്. അങ്ങ് ആർക്കും കണ്ടെത്താൻ പറ്റാത്തവനാണെന്ന് പറഞ്ഞ സത്യം തന്നെയാ, ശരിയാ. എങ്ങനെയാണ്? മഹർഷിമാർക്ക് പോലും കണ്ടെത്താൻ പറ്റുന്നില്ല, പിന്നാട്ടെ മനുഷ്യരെന്ന് അഭിമാനിച്ച് നടക്കുന്ന പശുക്കളായ മൃഗതുല്യരായവർക്ക് എങ്ങനെ അറിയാൻ പറ്റും? അവർക്കാണ് അങ്ങനത്തെ ഒരു വിഭാഗം. അതിലെന്താ അത്ഭുതയിരിക്കുന്നതില്ല. ത്വത്പാദപത്മമകരന്ദജുഷാം മുനീനാം വർമാസ്ഫുടം നൃപശുഭർന്നനുദുർവിഭവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യാം ഭൂമം സ്തവേഹിതമഥോ അനുയേ ഭവന്തം. ത്വത്പാദപത്മമകരന്ദജുഷാം മുനീനാം വർമാസ്ഫുടം നൃപശുഭർന്നനുദുർവിഭവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യാം ഭൂമം സ്തവേഹിതമഥോ അനുയേ ഭവന്തം. ത്വത്പാദപത്മമകരന്ദജുഷാം മുനീനാം വർമാസ്ഫുടം നൃപശുഭർനനുദുർവിഭവ്യം യസ്മാദലൗകികമിവേഹിതമീശ്വരസ്യാം ഭൂമം സ്തവേഹിതമഥോ അനുയേ ഭവന്തം. രണ്ടാമത്തെ വരിയിൽ വർമാസ്ഫുടം എന്ന ദീർഘം പറഞ്ഞു തന്നെ കേൾക്കണം. നൃപ എന്ന് ഒന്നിച്ച് വായിച്ച കളയരുത്. നൃപശുഭിഹി എന്ന് അവിടെ കോമ ഇട്ടാൽ അവിടെ ഒന്ന് നിർത്തി വായിക്കണം എന്ന് കിട്ടും. അല്ലെ നൃപ ശുഭിഹി എന്നൊക്കെ വായിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നൃപശുഭിഹി നൃപശുഭർ നനുദുർവിഭവ്യം വായിക്കുമ്പോൾ ചില ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു തന്നു. നിഷ്കിഞ്ചനോ നനുഭവാൻ നയതോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോപി ഹരന്ത്യജാദ്യാഃ നത്വാ വിദന്ത്യസ്തൃപോന്തകമധ്യദാന്താ പ്രേഷ്ഠോ ഭവാൻ ബലിഭുജാപി തേപി തുഭ്യം. നിഷ്കിഞ്ചനോ നനുഭവാൻ, അങ്ങൊന്നുമില്ലാത്തവനാണ് എന്ന് പറഞ്ഞില്ലേ? ഒന്നുമില്ലാത്ത ഒരാളെ രുക്മിണിയെ പോലെയുള്ള ഒരു രാജകുമാരി കാമിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ നിഷ്കിഞ്ചനാണ്, ഒന്നുമില്ലാത്തവനാണ്. നിഷ്കിഞ്ചന നനു ഭവാൻ, അങ്ങ് നിഷ്കിഞ്ചനാണ് എന്ന് പറഞ്ഞില്ലേ? ന യതോസ്തി കിഞ്ചിത്, യതഃ കിഞ്ചിത് ന അസ്തി. ഇതാണ് നിഷ്കിഞ്ചനൻ എന്ന വാക്കിന്റെ അർത്ഥം.
യതഹ യാതൊന്നിൽ നിന്നാണോ കിഞ്ചന അല്പം പോലും ന ഇല്ലാത്തവൻ. അവരെയാണ് ഒന്നുമില്ലാത്തവനല്ല പറയാ. നിഷ്കിഞ്ചനോന്നനുഭവൻ ന യതഹ അസ്തി. യതഹ യാതൊന്നിൽ നിന്നാണോ, യാതൊന്നിൽ നിന്നും അന്യമായിട്ട് ഒന്നുമില്ലാത്തവനാണങ്ങ് എന്നുവെച്ചാൽ എല്ലാറ്റിലും അങ്ങുള്ളവനാണ്. യതഹ കിഞ്ചന ന അസ്തി. യാതൊരു അങ്ങല്ലാത്ത സമസ്ത വസ്തുവിൽ നിന്നും, യതഹ അങ്ങല്ലാത്ത യാതൊന്നിൽ നിന്നും അല്പം പോലും ഇല്ലാത്തവനാണ് അങ്ങ്. അങ്ങല്ലാത്ത ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തുമില്ല. ഈശാവാസ്യം ഇതം സർവം എന്നാണെങ്കിൽ എല്ലാറ്റിലും അങ്ങുണ്ട്. അപ്പൊ അങ്ങ് നിഷ്കിഞ്ചനാണ് എന്ന് അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങില്ലാത്തൊരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്നാണ്. അതിനെയാണ് നിഷ്കിഞ്ചൻ എന്ന് ഞാൻ വ്യാഖ്യാനിച്ച് പറയുക. രുക്മിണിയാണ് ഈ പറയുക. നമുക്ക് എത്ര പണ്ഡിതയാണ്. രുക്മിണിയെ കൊണ്ടാണ് വ്യാസൻ ഇതെല്ലാം പറയിക്കുന്നത്, ഓരോ ശ്ലോകവും. നിഷ്കിഞ്ചനോന്നനുഭവാൻ ന യഥോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോപി ഹരന്തി അജാദ്യാഹ. യസ്മൈ യാതൊരുവനായിക്കൊണ്ട്, ബലിം പൂജയെ, ബലിഭുജോപി പൂജകൾ അനുഭവിക്കുന്നവരായ, അജാദ്യാഹ ഹരന്തി ബ്രഹ്മാദികളായ ദേവന്മാരും ഹരന്തി സ്വീകരിക്കും. ബ്രഹ്മാദികളായ സമസ്ത ദേവഗണങ്ങളെയും ആൾക്കാർ പൂജിക്കുന്നു. അങ്ങനെയുള്ള ദേവന്മാർ പോലും അങ്ങയെ പൂജിക്കുന്നു. യസ്മൈ ബലിം ബലിഭുജോപി ഹരന്തി അജാദ്യാഹ. അജാദ്യാഹ ബലിഭുജഃ അപി യസ്മൈ ബലിം ഹരന്തി. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായ എല്ലാ ദേവന്മാരെയും മറ്റുള്ള ഋഷിമാരും ദേവന്മാരും മനുഷ്യരും പൂജിക്കുന്നു. പക്ഷെ ഇവരാകട്ടെ അങ്ങയെ പൂജിക്കുന്നു. യസ്മൈ ബലിം ഹരന്തി. അവരാരെയാണ് പൂജിക്കുക? അങ്ങേ തന്നെ. നിഷ്കിഞ്ചനാണെങ്കിൽ ആരെങ്കിലും പൂജിക്കാൻ വരുമോ? ഒന്നുമില്ലാത്ത ഒരാളെ ആരും നോക്കാനും തൊഴാനും ബഹുമാനിക്കാനും പൂജ ചെയ്യാനും പോവില്ല. എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നവനാണ് അങ്ങ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ബ്രഹ്മാദികളായ സമസ്ത ദേവന്മാരും അങ്ങയെ പൂജിക്കുന്നത്. ഈ ബ്രഹ്മാദികൾ മറ്റുവരിൽ നിന്നും പൂജ ഏറ്റുവാങ്ങുന്നവരാണ്. ബലിഭുജോപി അജാദ്യാഹ യസ്മൈ ബലിം ഹരന്തി. ആർക്കു വേണ്ടിയാണോ ബലി അർപ്പിക്കുന്നത്? നത്വാ വിദന്തി അസൃപോന്തകമാഢ്യതാന്ധാഹ ത്വാ ന വിദന്തി. അങ്ങേ അറിയുന്നില്ല. ത്വാ നിന്നെ, ത്വാം ത്വാ എന്ന 2 രൂപമുണ്ട്. നിന്നെ ന വിദന്തി അറിയുന്നില്ല. അസൃതൃപോ അന്തകം ആഢ്യതാന്ധാഹ. അസുതൃപ്പുകൾ, ജീവനെ കൊണ്ട് തൃപ്തി അടയുന്നവർ. അസുതൃപ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഇന്ദ്രിയ സുഖം കൊണ്ട് മാത്രം സന്തോഷിക്കുന്നവരാണ് അസുതൃപ്പന്മാർ. ജീവൻ ഉള്ളിടത്തോളവും കാലവും സുഖമാണ്. ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാ വിഷയസുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെയാണ് അസുതൃപ്പുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇന്ദ്രിയാധീനന്മാരായ അസുതൃപ്പന്മാർ ത്വാം അങ്ങേ അന്തകം അന്തകനാണെന്ന് ആഢ്യത അന്താഹ ആഢ്യത കൊണ്ട് കണ്ണു കാണാതിരിക്കുന്നവരായ വിഷയാസക്തന്മാരായ ആൾക്കാർ അങ്ങേ അന്തകനാണെന്ന് അറിയുന്നില്ല. വിഷയസുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലവും അതിൽ നിന്നും എനിക്ക് മാറിപ്പോകേണ്ട വരില്ല
എന്ന് അജ്ഞാനമാകുന്ന അന്ധത ബാധിച്ച് കണ്ണ് കാണാതായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഏതു നിമിഷവും അങ്ങെന്ന അന്ധകൻ ഇതിനെ ഇല്ലാതാക്കുമെന്ന് ഇവരൊട്ട് അറിയുന്നുമില്ല. അസുതൃപോ ആഢ്യതാന്താഹ അന്ധകം ത്വാ ന വിദന്തി. അസുതൃപന്മാരായ സുഖങ്ങളും വിഷയസുഖങ്ങളും ആവോളവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ആഢ്യനാണ്, ഞാൻ പ്രഭുവാണ്, ഞാൻ യജമാനനാണ് എന്നിങ്ങനെ അന്ധത ബാധിച്ചിരിക്കുന്ന കുറേ ജനങ്ങൾ ഇവിടെയുണ്ട്. അവര് അങ്ങെന്ന അന്ധകൻ വരും എന്ന് കഷ്ടം അറിയുന്നേയില്ല. സത്വാവിദന്തി അസുതൃപോ അന്ധകം ആഢ്യതാന്താഹ പ്രേഷ്ഠോ ഭവാൻ. അങ്ങ് പ്രേഷ്ഠൻ തന്നെയാണ്, പ്രേയസ് നൽകുന്നവനാണ്. പരമാനന്ദമാകുന്ന രസം എല്ലാവർക്കും നൽകുന്ന ആനന്ദ സ്വരൂപനാണ് അങ്ങ്. പ്രേഷ്ഠോ ഭവാൻ ബലിഭുജാമപി. ബലിഭുക്കുകൾക്കും പൂജകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവർക്കും അങ്ങ് ആനന്ദസ്വരൂപനാണ്. ബ്രഹ്മാദികളായ ദേവന്മാരൊക്കെ ബലിഭുക്കുകളാണ്, മറ്റുള്ളവർ കൊടുക്കുന്ന പൂജ അനുഭവിക്കുന്നവരാണ്. അവരു പോലും അങ്ങ് പ്രേഷ്ഠനാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ രസം അനുഭവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തേബി അവരും തുഭ്യം അങ്ങേക്കായിക്കൊണ്ടാണ് പൂജ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് വേണ്ടിയാണ് അവരും അവരുടെ സമസ്ത കർമ്മപ്രവൃത്തികളും ചെയ്യുന്നത്. അപ്പം അങ്ങ് നിഷ്കിഞ്ചനൻ എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്, അതിലൊരു തെറ്റുമില്ല. അനന്തകൂടിയായ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നവനാണ് അങ്ങ്. അതിൻ്റെ അംശാംശങ്ങളാണ് സമസ്ത ദേവന്മാരും. അവരൊക്കെ പൂർണ്ണസ്വരൂപനായ അങ്ങയെ തന്നെയാണ് ആശ്രയിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് പരിപൂർണ സ്വരൂപനായ അങ്ങ് നിഷ്കിഞ്ചനൻ തന്നെ, സംശയിക്കണ്ട. ഒന്നുമില്ലാത്ത ദരിദ്രൻ എന്ന അർത്ഥത്തിലല്ല ഇവിടെ അങ്ങയെ സംബോധന ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് നിഷ്കിഞ്ചനൻ എന്ന് പറഞ്ഞത് രുക്മിണി ശരിപ്പെടുത്തി കൊടുക്കുകയാണ്. വ്യാസന്റെ പാണ്ഡിത്യം രുക്മിണിയിൽ കൂടിയാണ് ഭഗവാനിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് സകാമന്മാരായിരിക്കുന്ന ഭക്തജനങ്ങൾ ഓരോരോ കാര്യം നേടാൻ വേണ്ടി ബ്രഹ്മാദികളായ ദേവന്മാരെ പൂജിക്കുന്നു. അവരുടെ പൂജ സ്വീകരിച്ച് അവരെല്ലാം വേണ്ട വരങ്ങൾ ഇവർക്കെല്ലാം കൊടുക്കുന്നു. ഇങ്ങനെ ഭക്തന്മാർക്ക് കാമം കൊടുക്കുന്നവരായ ബ്രഹ്മാദികളായ ദേവന്മാരും അങ്ങനെയാണ് പൂജിക്കുന്നത്. അവർക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ മുടങ്ങാതെ നിർവഹിക്കാൻ അങ്ങയുടെ അനുഗ്രഹം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവർ അങ്ങയെ പൂജിക്കുന്നു. അങ്ങയിൽ നിന്ന് ശക്തി കിട്ടിയിട്ട് വേണം അവർക്കിതെല്ലാം ചെയ്യാൻ. അതുകൊണ്ട് അങ്ങ് ദരിദ്രൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാം തികഞ്ഞവനല്ലേ അങ്ങ്. എങ്ങനെ നിഷ്കിഞ്ചനാകും? ഒരിക്കലും ആവാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങയെ നിഷ്കിഞ്ചന്മാർ എന്ന് വിളിക്കുന്നത്. ഇന്ദ്രിയങ്ങളുടെ തൃപ്തി വരുത്താൻ വേണ്ടിയാണ് ആഢ്യന്മാരൊക്കെ ഭഗവാനെ സേവിക്കുന്നത് എന്നുള്ളത് സത്യമാണ്. മിക്കവാറും ആഢ്യന്മാരൊക്കെ ഭഗവാനെ സേവിക്കുന്നത് അവരുടെ ഇന്ദ്രിയ തൃപ്തി പൂർണ്ണമാക്കാനുള്ള ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാനാണ്. ഉദരംഭരികളായ ആഢ്യന്മാരാണ് അവരൊക്കെ. നിഷ്കിഞ്ചന്മാർ അങ്ങയെ സേവിക്കുന്നതാണ് പരമാർത്ഥം. കാരണം അവർക്ക് അങ്ങല്ല വേറെ ആശ്രയമില്ല. അങ്ങിൽ നിന്നും ഒന്നും നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ബ്രഹ്മാദികളായ ദേവന്മാർക്ക് പോലും അങ്ങ് പ്രേഷ്ഠനാണ്, പ്രേയസ് കൊടുക്കുന്നവനാണ്.
അങ്ങ് കൊടുക്കുന്ന ഐശ്വര്യം കൊണ്ടാണ് അവർ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും നിഷ്കുഞ്ചനൻ എന്ന വാക്കിന്റെ അർത്ഥം മുഖിച്ചോളൂ. അങ്ങ് പറഞ്ഞ സത്യം തന്നെയാണ്. നിഷ്കിഞ്ചനോ നനുഭവൻ നയതോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോപി ഹരന്ത്യജദ്യ നത്വാ വിദന്ത്യ സൃപന്തകമാഢ്യതന്ധാ പ്രേഷ്ടോ ഭവൻ ബലിഭുജാമപി തേപി തുഭ്യം. നിഷ്കിഞ്ചനോ നനുഭവൻ നയതോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോപി ഹരന്ത്യജദ്യാഃ നത്വാ വിദന്ത്യ സൃപന്തകമാഢ്യതന്ധാ പ്രേഷ്ടോ ഭവൻ ബലിഭുജാമപി തേപി തുഭ്യം. നിഷ്കിഞ്ചനോ നനുഭവൻ നയതോസ്തി കിഞ്ചിത് യസ്മൈ ബലിം ബലിഭുജോപി ഹരന്ത്യജദ്യാഃ നത്വാ വിദന്ത്യ സൃപന്തകമാഢ്യതന്ധാ പ്രേഷ്ടോ ഭവൻ ബലിഭുജാമപി തേപി തുഭ്യം. ത്വംവൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജ പുംസസ്ത്രിയാശ്ച രതയോ സുഖദുഃഖിനോർന്ന. ത്വം വൈ അങ്ങ് തന്നെ സമസ്ത പുരുഷാർത്ഥമയ എല്ലാ പുരുഷാർത്ഥത്തോടും കൂടിയവൻ അങ്ങ് തന്നെയാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഈ നാലും അങ്ങ് തന്നെയാണ്. ധർമ്മസ്വരൂപനാണ്, അർത്ഥസ്വരൂപനാണ്, കാമസ്വരൂപനാണ്, മോക്ഷസ്വരൂപനാണ്. സമസ്ത പുരുഷാർത്ഥമയ എല്ലാ പുരുഷാർത്ഥത്തോടും കൂടിച്ചേർന്നവനാണ്. നാലുവിധ പുരുഷാർത്ഥങ്ങളിലെയും ആത്യന്തിക ലക്ഷ്യം ആനന്ദപ്രാപ്തിയാണ്, മോക്ഷമാണ്. എല്ലാവരും എല്ലാവിധത്തിനും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഈ പരമാനന്ദ ചൈതന്യ സ്വരൂപത്തിന്റെ അനുഭൂതി അല്ലാതെ മറ്റൊരാനന്ദം ഈ ലോകത്ത് ഒന്നിൽ നിന്നും കിട്ടില്ല. ഇത് വേദങ്ങൾ പറയുന്ന വാക്യങ്ങളാണ്. ഇതിനെ ഉറപ്പിക്കുകയാണ്. സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ, ഫലാത്മാവ് ആനന്ദ സ്വരൂപൻ. പുരുഷാർത്ഥങ്ങളുടെ ഫലം ആനന്ദമാണ്. അതുകൊണ്ടാണ് ഫലാത്മാ ആനന്ദമായ ആത്മാവോട് കൂടിയവനാണ്. സാന്ദ്രാനന്ദ തനോഹരേ എന്നും സാന്ദ്രാനന്ദാവബോധാത്മകമെന്നും മേൽപ്പത്തൂരെ 2 ഘട്ടങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ആനന്ദ അനുഭവത്തിന്റെ സ്വരൂപമാണ് അങ്ങ്. സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ ത്വം വൈ. പുരുഷാർത്ഥങ്ങളുടെയൊക്കെ ഫലം അനുഭവിപ്പിക്കാൻ പറ്റുന്ന ആത്മസ്വരൂപനാണ് അങ്ങ്. യത് വാഞ്ഛയ യാതൊന്ന് ആഗ്രഹിച്ചിട്ട് സുമതയ ബുദ്ധിമാന്മാർ, നല്ല ബുദ്ധിയുള്ളവർ, വിസൃജന്തി ഉപേക്ഷിക്കുന്നു, കൃഷ്ണം മുഴുവനും സമ്പൂർണമായും. അങ്ങയോടുള്ള ആഗ്രഹം കൊണ്ട് ബുദ്ധിമാന്മാരായ ആൾക്കാരെ ലോകത്തിലെ സകലത്തിനെ ഉപേക്ഷിക്കും. ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അങ്ങയെ കിട്ടുകയുള്ളൂ. പരമാനന്ദ സ്വരൂപനായ അങ്ങയെ സേവിക്കാൻ ആഗ്രഹമുണ്ടായാൽ ബാക്കിയെല്ലാം വിടണം. ധനം, ധാന്യം, പുത്രന്മാർ, മിത്രങ്ങൾ, കളത്രം, സർവ ചിന്തകളെയും ഉപേക്ഷിക്കണം. അവരെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അവരെക്കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഭഗവത് സ്വരൂപത്തെ ഹൃദയകമലത്തിൽ ധ്യാനിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ചിന്ത ഉപേക്ഷിക്കാൻ പറയുന്നത്. യദ്വാഞ്ഛയാ സുമതയോ വിസർജന്തി കൃഷ്ണം. യാതൊന്ന് ആഗ്രഹിച്ചിട്ടാണോ സുമതികൾ, നല്ല ബുദ്ധിയുള്ളവർ,
കൃഷ്ണം വിസർജന്തി, എല്ലാം ഉപേക്ഷിച്ചകളെ, ഒന്നും കൂടെ കൊണ്ടുപോവില്ല. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചാൽ പിന്നെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. തേഷാം, അവർക്ക്, വിഭോ സമുചിതോ ഭവതഃ സമാജ, ഹേ വിഭോ, അവർക്ക് ഭവതഃ സമാജഃ സമുചിതഃ, ഭവതഃ അങ്ങയോടുള്ള സമാജം, സംബന്ധം എന്നർത്ഥം. കൂടിച്ചേരുന്നതാണല്ലോ സമാജം. അതുകൊണ്ട് സംബന്ധം എന്നാണ് സമാജം എന്ന വാക്കുകൊണ്ട് അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഭവതഃ സമാജഃ, ഭവതഃ സംബന്ധഃ, അങ്ങയോടുള്ള സംബന്ധം സമുചിതഃ, ഉചിതമാണ്, യോഗ്യമാണ്. രുക്മിണിക്ക് അങ്ങയോട് ചേരാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞതിന് മറുപടി പറയുകയാണ്. ഈ ചേർച്ച നന്നല്ല എന്നുള്ളതിന് മറുപടി പറയുകയാണ്. സമസ്ത പുരുഷാർത്ഥമയമായ ഫലാത്മസ്വരൂപനായ അങ്ങയെ ആഗ്രഹിച്ചിട്ടാണ് നല്ല ബുദ്ധിമാന്മാർ പോലും എല്ലാം ഉപേക്ഷിച്ച് അങ്ങയിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നു എന്നുള്ളതിൽ ഒരു ആക്ഷേപവും ഇല്ല. ബുദ്ധിമാന്മാർ പോലും ഇതാ ചെയ്യുക. ഞാനും എല്ലാം ഉപേക്ഷിച്ചാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്. എന്നെ കാമിക്കുന്ന എത്രയോ പേരെ ഉപേക്ഷിച്ചു. എൻ്റെ വീട്ടുകാരെ, പിതാവിനെ, സഹോദരങ്ങളെ എല്ലാവരും ഞാൻ ഉപേക്ഷിച്ചില്ലേ? ഈ ചിന്തയാണ് അങ്ങയോട് അടുക്കാൻ എല്ലാവർക്കും തടസ്സം. പക്ഷെ ഞാൻ ഈ ചിന്തയെ ഉപേക്ഷിച്ചു. അപ്പൊ ഞാൻ അങ്ങയോട് ചേരാൻ യോഗ്യല്ലേ? അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്തൊരു വേദാന്ത ചിന്തയാണ് വാസ്തവ രുക്മിണി അവതരിപ്പിക്കുന്നത്. അപ്പോഴാണ് രുക്മിണി ദേവിയെ നമുക്ക് നമസ്കരിക്കാൻ തോന്നുക. അത്ര പണ്ഡിതയാണ്. തേഷാം സമുചിതോ ഭവതഃ സമാജഃ പുംസഃ സ്ത്രീയാശ്ചരതയഃ സുഖദുഃഖിനോഃ ന. പുംസഃ സ്ത്രീയാശ്ച, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, രതയോഹോ സുഖദുഃഖിനോഹു, രതരായി നിൽക്കുന്നവരും സുഖദുഃഖികളുമായിരിക്കുന്ന പുംസ്ത്രീകൾക്ക് അങ്ങയോട് രതിയുള്ളവരായ പുംസ്ത്രീകൾക്ക്, സുഖദുഃഖികളായ അതിനോട് രതിയുള്ളവർക്ക് അവർക്കല്ല, അവർക്ക് അങ്ങയെ പ്രാപിക്കാൻ പറ്റില്ല. സുഖദുഃഖങ്ങളിൽ രതിയുള്ളവർക്ക് അങ്ങയോട് അടുക്കാനേ പറ്റില്ല. അതൊക്കെ വിടണം. അത് വിടുന്നവർക്ക് മാത്രമേ അങ്ങയുടെ അടുത്തേക്ക് വരാൻ പറ്റുകയുള്ളൂ. രതികളോടുള്ള ആശയുള്ളവർക്ക്, രതയോഹു സുഖദുഃഖിനോ, രതിയോടുള്ള ആശ നിമിത്തം അന്യോന്യം ആസക്തരായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അങ്ങയുടെ ഭക്തജനങ്ങളുള്ള സംസർഗം പോലും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പ്രാകൃതരായ സ്ത്രീ പുരുഷന്മാർ പരമാനന്ദ സ്വരൂപനായ അങ്ങയുടെ സംസർഗത്തിന് സമുചിതമല്ലാത്ത സ്ഥിതിക്ക് അങ്ങയുടെ സമ്പർക്കത്തിന് ഞാനും യോഗ്യയല്ല എന്ന് പറയുന്നത് സമ്മതിക്കാം. പക്ഷെങ്കിൽ ഞാൻ യോഗ്യയല്ല എന്നുള്ളത് ഞാൻ തികച്ചും യോഗ്യയാണ് എന്ന് സ്ഥാപിക്കാൻ പുറപ്പെടുകയാണ്. അങ്ങേക്ക് തോന്നും വിഷയാസക്തരായി തീർന്നിരിക്കുന്ന രത്യാശയുള്ള എനിക്ക് അങ്ങയോട് ചേരാൻ സാധിക്കില്ല. അതെ, അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. അതിൻ്റെ അപ്പുറത്ത് എല്ലാം ഉപേക്ഷിച്ചു എന്ന് ഒരാൾക്ക് പറ്റൂ. ഞാൻ അങ്ങനെയാ വന്നേ. കേവലമായ വ്യത്യാസ കൊണ്ടല്ല ഞാൻ അങ്ങനെ അടുത്തേക്ക് വന്നത്. ലോകത്തിലുള്ള എല്ലാ സുന്ദര വസ്തുക്കളും അങ്ങാണ് ഏറ്റവും സുന്ദരൻ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അങ്ങയിലേക്കാണ് എനിക്ക് ലയിക്കേണ്ടതെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ചേർച്ച ശരിയല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരിയല്ലെന്ന് പറയാം, പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഭഗവാൻ പറഞ്ഞതിനെ സമ്മതിക്കുന്നു, പക്ഷെ അത് ശരിയല്ല എന്ന് ഉടനെ തിരുത്തിയിട്ട്
എല്ലാ പുരുഷാർത്ഥത്തിന്റെ ഫലം അനുഭവിക്കുന്ന ആത്മസ്വരൂപത്തെ ആഗ്രഹിച്ചു നിൽക്കുന്ന സുമതികളായ ആൾക്കാർ എല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ അടുത്തേക്കല്ലേ വരിക. അവർക്ക് അങ്ങയുമായുള്ള സംബന്ധം ഉചിതമാണ്. എനിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങയുമായുള്ള സംബന്ധം ഉചിതമാണ്. രതിസുഖത്തിലോ ദുഃഖത്തിലോ ആസക്തരായിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഇതിന് അവകാശം ഉണ്ടാവില്ല. അവർക്ക് പറ്റില്ല. അങ്ങ് പറഞ്ഞു ശരിയാണ്. അവർക്ക് യോഗ്യതയില്ല. ബാക്കിയൊക്കെ ശരി തന്നെയാണ്. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജഃ പുംസസ്ത്രിയാശ്ചരതയോ സുഖദുഃഖിനോർന്ന. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജഃ പുംസസ്ത്രിയാശ്ചരതയോ സുഖദുഃഖിനോർന്ന. ത്വം വൈ സമസ്ത പുരുഷാർത്ഥമയ ഫലാത്മാ യദ്വാഞ്ഛയാ സുമതയോ വിസൃജന്തി കൃഷ്ണം തേഷാം വിഭോ സമുചിതോ ഭവതഃ സമാജഃ പുംസസ്ത്രിയാശ്ചരതയോ സുഖദുഃഖിനോർന്ന. എന്തായാലും നമുക്ക് ഇന്നത്തെ തീരില്ല. ഇനിയും 4-5 ശ്ലോകത്തിൽ കൂടിയാണ് അതിനൊക്കെ രുക്മിണി മറുപടി പറയാൻ പോകുന്നത്. നമുക്ക് ബാക്കി ശ്ലോകത്തിലേക്ക് അടുത്ത ദിവസം കിടക്കാം. ഇന്നുകൊണ്ട് തീരില്ലാതെ സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. സംശയങ്ങളില്ലെങ്കിൽ ഇന്ന് ഉപസംഹരിക്കാം. സ്വാമി, ഇവിടെ നിഷ്കിഞ്ചനം എന്ന് പറയുമ്പോൾ ശരണാഗതനായിട്ട് സങ്കല്പിക്കാം. ഏതാ നിഷ്കിഞ്ചനോ എന്ന് പറഞ്ഞ? അതെ, ശരണാഗതനായിട്ട് സങ്കല്പിക്കാം. ഒന്നുമില്ലാത്തവൻ ദരിദ്രൻ എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാത്തിലും അങ്ങല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. അപ്പോൾ ശരണാഗതനായിട്ടാണ് അങ്ങേ കാണുന്നതെന്നുള്ള ഒരു ഭാവന. അങ്ങല്ലാതെ ലോകത്തിലൊന്നും ഇല്ലെങ്കിൽ എല്ലാം അങ്ങയുടെ അംശം തന്നെയാണ്. ഈശാവാസ്യം എന്ന് പറഞ്ഞ ആശയം തന്നെയാണ്. ആ അങ്ങ് നിഷ്കിഞ്ചനം തന്നെയാണ്. ഇല്ലാത്തവരെന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാത്തിനും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങല്ലാത്ത ഒന്നും ഈ ലോകത്തിൽ ഇല്ല, അപ്പൊ നിഷ്കിഞ്ചനായി. ആ അർത്ഥത്തിലാണ്. ഇവിടെ ഈശാവാസ്യം എന്നുള്ള അർത്ഥം മാത്രമാണ്. അതെ അതെ, അതുകൊണ്ടാണ് നിഷ്കിഞ്ചൻ എന്ന് പറയാൻ പറ്റുന്നത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.